ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് രാത്രിയായിട്ടും മനുവിനെ ഇങ്ങനെ ഉറക്കം വരാതെ വളരെയധികം ടെൻഷനോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അലീന എവിടെ പോയെന്ന് അറിയാൻ മേലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ രേവതിക്കുട്ടിയെ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ രേവതിക്കുട്ടിയെ വിളിക്കുന്നത്, എന്നാൽ ഫോൺ എടുക്കുന്നത് ഗ്രേസിയമ്മയാണ്. ഗ്രേസിയമ്മ ഇപ്പോൾ മനുവാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഫോൺ എടുത്ത് ഹലോ വെക്കുമ്പോൾ തന്നെ മനു ഹലോ രേവതിക്കുട്ടി എന്ന് പറയുന്നു. ഇത് കേട്ട് ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഞാൻ രേവതിക്കുട്ടിയല്ല ഗ്രേസിയമ്മയാണെന്ന്. സോറി, ഞാൻ രേവതിക്കുട്ടിയുടെ നമ്പറാണെന്ന് കരുതി സേവ് ചെയ്തിരുന്നതാണ് എന്ന് മനു പറയുന്നു. ഇത്രയും രാത്രി വൈകി വിളിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ മനു പറയുമ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, മനുശങ്കറല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്താ മോനെ എന്ന് ചോദിക്കുന്നു. എന്താ, രേവതിക്കുട്ടിയെ വിളിക്കണോ? അവൾ ഉറങ്ങിക്കാണും എന്നൊക്കെ ഗ്രേസിയമ്മ പറയുന്നുണ്ട്. ഇത് കേട്ട് മനു പറയുന്നുണ്ട്, ഏയ് വേണ്ട, ഞാനൊരു വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ എന്ന്. അപ്പോൾ ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ കാര്യമെന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, അലീന ഇന്ന് എറണാകുളത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് അലീന അങ്ങോട്ട് വന്നോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്നൊക്കെ മനു പറയുമ്പോൾ ഗ്രേസിയമ്മ പറയുന്നു, അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവളെ അങ്ങോട്ട് ചെന്ന് കൂട്ടിക്കൊണ്ട് വരാൻ തയ്യാറായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചിട്ട് വരുന്നില്ല, അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയുമില്ല, അവൾ ഇങ്ങോട്ട് വന്നുമില്ല എന്നൊക്കെ ഗ്രേസി പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ മനു പറയുന്നു, എനിക്ക് ശരി ആൻറ്റി, ഞാൻ രാത്രി വിളിച്ചതിന് സോറി, മാമച്ചനങ്ങളിനെ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, അവിടെ എന്താ വിശേഷം, അവിടെ എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ഗ്രേസിയമ്മ ചോദിക്കുമ്പോൾ, ഇല്ല, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഇന്നിപ്പോൾ ഒരുപാട് വൈകിയില്ലേ, നാളെ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ മനു ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം ആകെ വിഷമിച്ചിരിക്കുകയാണ് മനു. അങ്ങനെ വീണ്ടും ബാലേന്ദ്രനെ ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട് മനു. എന്നാൽ ബാലേന്ദ്രൻ്റെ ഫോൺ അപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി ഇനി എവിടെ പോയി അന്വേഷിക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മനു. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ബാലേന്ദ്രനെയും കൃഷ്ണമോളെയാണ്. കൃഷ്ണമോൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇവർ എവിടെയാണെന്നുള്ളത് വീട്ടുകാർക്ക് അറിയില്ല, വീട്ടിലൊന്നും പറഞ്ഞിട്ടുമില്ല, അവിടെ എന്താണ് അവസ്ഥ എന്നറിയില്ല. അതുകൊണ്ട് കൃഷ്ണമോൾ ഇപ്പോൾ വന്ന് ബാലേന്ദ്രനോട് ഫോൺ ചോദിക്കുന്നുണ്ട്. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണെന്ന്, അതൊന്ന് തരാവോ, ഞാൻ സ്വിച്ച് ഓൺ ആക്കിക്കോളാം എന്ന് കൃഷ്ണമോൾ പറയുന്നു. ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുവാണ്, ഇന്ന് ഏതായാലും അത് ഓണാക്കുന്നില്ല, നാളെ അത് ഓണാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുമില്ല എന്നും പറയുന്നു. അല്ല, നിനക്കെന്തിനാ ഫോൺ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ എവിടെയാണെന്ന് അവരെ ഒന്ന് വിളിച്ച് അറിയിക്കണ്ടേ എന്ന് കൃഷ്ണമോൾ പറയുമ്പോൾ, ആരെയാണ് നിനക്ക് അറിയിക്കേണ്ടത് എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നു. അമ്മയൊന്ന് അറിയിക്കണ്ടേ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആകെ വിഷമമാകില്ലേ എന്നൊക്കെ കൃഷ്ണമോൾ പറയുമ്പോൾ ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ആരുടെ കൂടെയാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ കൂടെയാണെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആണല്ലോ, അല്ലാതെ അയലത്തെ വീട്ടിലെ ആരുടെയും കൂടെയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അത്രയും മതി, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയുന്നു. ബാലേന്ദ്രൻ ഇപ്പോൾ കൃഷ്ണമോളെ അങ്ങനെ പറഞ്ഞത് കൃഷ്ണമോൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന് ഒന്നും മിണ്ടാതെ കട്ടിലേക്ക് കിടക്കുകയാണ്. ഈ സമയം അലീന ഇപ്പോൾ ബാഗിൽ നിന്നൊരു ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ട്. ആ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അവിടെ കിടക്കുന്ന ഒരു സോഫയിൽ വിരിക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഇപ്പോൾ ബാലേന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്, അലീന എന്താ പരിപാടി എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല, ഞാൻ കിടക്കാമെന്ന് ഓർത്തായിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, ഇത് കിങ് സൈസ് ബെഡാണ്, 3 പേർക്ക് സുഖമായിട്ട് കിടക്കാം, നീ കൃഷ്ണമോൾ കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് കിടന്നോ എന്ന് ബാലേന്ദ്രൻ പറയുന്നു. എന്നാൽ ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അലീന. അപ്പോൾ വീണ്ടും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ആരാ, എനിക്ക് കൃഷ്ണമോളും നീയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഇല്ല എന്ന്. അപ്പോൾ വീണ്ടും ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, എനിക്ക് ആദ്യം ജനിക്കേണ്ട മകളല്ലേ നീ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ട് ആപ്പാടെ വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ് അലീന. അങ്ങനെ പതിയെ വന്ന് കട്ടിലിരുന്നിട്ട് ഇപ്പോൾ കൃഷ്ണമോൾ അടുത്തേക്ക് വന്ന് കിടത്തിയിരിക്കുകയാണ് അലീന. കൃഷ്ണമോളാണെങ്കിൽ ഒന്നും തന്നെ അലീനയോട് മിണ്ടുന്നില്ല. ശേഷം ഇപ്പോൾ ബാലേന്ദ്രനും വന്ന് കിടന്നിരിക്കുകയാണ്. ഈ സമയം വൈജയന്തി ഉറക്കമൊന്നും വരാതെ ആകെ ടെൻഷനോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ശേഷം ഇപ്പോൾ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് കബോർഡും അലമാരിയും എല്ലാം തുറന്നു നോക്കുകയാണ്. ഇത് മേശയുടെ ഡ്രോയറും അവിടെ ഇരിക്കുന്ന ഡയറിയും പിന്നെ കട്ടിലിൻ്റെ അവിടെയെല്ലാം നോക്കുന്നുണ്ട് വൈജയന്തി.
എന്നാൽ തപ്പിയിട്ടൊന്നും തന്നെ കിട്ടുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രനൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ബാലേന്ദ്രൻ നോക്കുമ്പോൾ കൃഷ്ണമോളെ അവിടെ കാണുന്നില്ല. കൃഷ്ണമ്മക്ക് ഉറക്കമൊന്നും വരാത്തത് കൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കൃഷ്ണമോൾ. ബാലേന്ദ്രൻ ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ കിടന്നുറങ്ങാത്തേ എന്ന്. നീ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്? ഇതൊക്കെ കേട്ട് കൃഷ്ണമോൾ ഇപ്പോൾ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, എനിക്കാകെ വിഷമം വരുക. എവിടെയെങ്കിലും പോയി ഒന്ന് ഉറക്കെ കരയാൻ തോന്നുക. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ ബാലേന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ബാലേന്ദ്രൻ. മോൾക്ക് എന്താ വിഷമം എന്നും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ അലീനയെ നോക്കുന്നു. അലീനയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ അലീന എഴുന്നേൽക്കട്ടെന്ന് കരുതി ഇപ്പോൾ ബാലേന്ദ്രൻ കൃഷ്ണമോളെയും വിളിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ടിപ്പോൾ ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും. ഇപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോൾക്ക് എന്താണ് വിഷമം, മോൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അച്ഛനോട് തുറന്ന് പറയാം. ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്താ ഇങ്ങനെ ആയിപ്പോയേ? എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അച്ഛൻ ഇപ്പോൾ എല്ലാവരോടും ദേഷ്യമാണ്. അമ്മയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അമ്മയോട് ഭയങ്കര വൈരാഗ്യമാണ്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കീരിയും പാമ്പിനെയും പോലെയാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, അച്ഛനറിയാം അച്ഛൻ ഒരുപാട് മാറിപ്പോയെന്ന്. അതിൻ്റെ കാരണവും അച്ഛനറിയാം എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നത് കേട്ടിട്ട് കൃഷ്ണമോൾ ഇപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെയല്ലായിരുന്നു. അച്ഛൻ ആരോടും പറയാതെ ഒരു ദിവസം വീട്ടിൽ നിന്ന് പോയി. എന്നിട്ട് അവിടെ പോയി ഒരുപാട് കള്ള് കുടിച്ചു. അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു. തീരെ വയ്യാതെ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷവും അച്ഛന് എല്ലാവരോടും ദേഷ്യമാണ്. അച്ഛനെ കെയർ ചെയ്യാൻ അലീന ചേച്ചി മാത്രം മതി എന്ന് അച്ഛൻ പറഞ്ഞു. അമ്മേനെ അച്ഛന് ഇഷ്ടമല്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ദേഷ്യത്തോടെയും വൈരാഗ്യത്തോടെയും എങ്ങനെ മുന്നോട്ട് പോകാനാ? അമ്മയ്ക്ക് അച്ഛനെ തോൽപ്പിക്കണം, അച്ഛൻ അമ്മയെ തോൽപ്പിക്കണം. ഇതിനിടയിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? എനിക്ക് ശരിക്കും മടുത്തു. ഇനി ജീവിക്കണ്ട എന്ന് പോലും തോന്നുക എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറയുന്നു. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, തെറ്റെല്ലാം ചെയ്തത് അച്ഛനാണോ എന്ന്. ഉടനെ കൃഷ്ണമോൾ പറയുന്നു, അമ്മയെന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു. അച്ഛനല്ലേ മാറിയത്, അച്ഛൻ ഇങ്ങനെ മാറണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അച്ഛൻ മാറി. അതിനൊരു കാരണമുണ്ട്. മോൾക്ക് അച്ഛനൊരു കഥ പറഞ്ഞു തരാം, കേൾക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അച്ഛൻ പറഞ്ഞു, ഞാൻ കേൾക്കാം എന്ന് പറയുകയാണ് കൃഷ്ണ. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു തുടങ്ങുകയാണ്. പണ്ടൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ ചെറുപ്പം തൊട്ടേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ആ സ്നേഹം 12 വർഷക്കാലം മനസ്സിലിട്ടുകൊണ്ട് നടന്നതിന് ശേഷം അവസാനം അവൻ അവളെ വിവാഹം കഴിച്ചു. കുട്ടികളൊക്കെയായി ജീവിതം തുടങ്ങുകയാണ്. പിന്നീടാണ് അവൻ അറിയുന്നത്, അവൾക്ക് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരാളെ ഇഷ്ടമായിരുന്നുവെന്നും അയാളുടെ കൂടെ കുറച്ചു കാലം ജീവിച്ചുവെന്നും അതിൽ ഒരു കുഞ്ഞുണ്ടെന്നും അറിയുകയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് അവന് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് ഇങ്ങനെ ആകപ്പാട് ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ് കൃഷ്ണമോള്. നീ എന്താ ഒന്നും മിണ്ടാത്തേ, നിൻ്റെ അഭിപ്രായം എന്താ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നു. ഉടനെ കൃഷ്ണമോള് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ചതിയാ, അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇത് കേട്ട് ബാലേന്ദ്രൻ ഇപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ചതി നടന്ന ആളാണ് ഞാൻ, നിൻ്റെ മുന്നിലിരിക്കുന്ന ഈ അച്ഛനാണ് ആ ചതി സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇത് കേട്ട് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുകയാണ് കൃഷ്ണമോള്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല അച്ഛ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അച്ഛന് തോന്നുന്നതായിരിക്കും, അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇങ്ങനെയൊക്കെ കൃഷ്ണമോള് പറയുന്നത് കേട്ട് ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അച്ഛനെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനത് വിശ്വസിക്കുന്ന ആളാണെന്ന് മോൾക്ക് തോന്നിയോ? അച്ഛൻ ഈ വിവരം അറിഞ്ഞതിന് ശേഷം അത് ശരിയാണോ എന്നറിയാനാണ് അന്ന് നീലഗിരിക്ക് പോയത്. അവിടെ പോയി ഗംഗാധരേട്ടനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് വൈജയന്തി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെന്ന് അവരിൽ നിന്ന് തന്നെ അച്ഛൻ അറിഞ്ഞതാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ശിവേട്ടനും രാജീവിനും അതുപോലെ നിൻ്റെ മുത്തശ്ശിക്കും അവർക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും കൂടി ഒരുമിച്ച് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ചതി പ്ലാൻ ചെയ്തത്. ഇനി മോള് പറ, ഇത് അച്ഛൻ എങ്ങനെ സഹിക്കും? അച്ഛനത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് ഇപ്പോൾ കൃഷ്ണമോൾ ആകെ വിഷമിച്ച്, ഇല്ല അച്ഛനിത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഇപ്പോൾ വളരെ വിഷമത്തോടു കൂടി തന്നെ ബാലേന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, മോളെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത് കള്ള് കുടിച്ചത് കൊണ്ടല്ല, ഈ ചതി ഈ വഞ്ചന അറിഞ്ഞതുകൊണ്ടാണ് അച്ഛന് അത് സഹിക്കാൻ പറ്റാതെ പോയത്. ഇതൊക്കെ അച്ഛൻ എങ്ങനെയാണ് സഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ.
എന്നിട്ട് ഇപ്പം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം അലീന ചേച്ചിയല്ലേ? അലീന ചേച്ചിയെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഉടനെ ബാലേന്ദ്രൻ ഇപ്പോൾ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, ഈ അലീന ആരാണെന്നാണ് നിൻ്റെ ഭാവമെന്ന്. ഉടനെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതൊരു ഹോം നേഴ്സ്, മുത്തശ്ശിയെ നോക്കാൻ വന്ന ഹോം നേഴ്സ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നു, അത് ഹോം നേഴ്സൊന്നും അല്ല, അന്ന് നിൻ്റെ അമ്മ പ്രസവിച്ച് ഉപേക്ഷിച്ച് ഏതോ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കിയ ആ കുഞ്ഞാണ് ഇന്ന് വളർന്ന് വലുതായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അലീന എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കൃഷ്ണമോള്. ബാലേന്ദ്രൻ എന്നിട്ട് പറയുന്നുണ്ട്, ഇനി പറ അച്ഛൻ ഇതെല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണ്ടേ? ഇതെല്ലാം മനസ്സിൽ വെച്ച് അച്ഛൻ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുന്നത്? ഇതെല്ലാം അച്ഛൻ അറിഞ്ഞു എന്ന് നിൻ്റെ അമ്മയെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ എൻ്റെ കൂടെ ജീവിക്കുമോ? ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യും. ഇതെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് അവളെ അറിയിച്ചതിന് ശേഷം അച്ഛൻ അവളുടെ കൂടെ ജീവിക്കുമോ? അതുമില്ല. അപ്പോൾ പിന്നെ അച്ഛൻ എന്താ ചെയ്യേണ്ടേ? ഇതെല്ലാം മനസ്സിലൊതുക്കി ഇതെത്ര നാൾ അച്ഛൻ പിടിച്ചു നിൽക്കും? ഞാനൊരു മനുഷ്യനല്ലേ എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ ഇപ്പോൾ നന്നായി കരയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് വളരെയധികം സങ്കടം ആവുകയാണ് കൃഷ്ണമോൾക്കും. കൃഷ്ണമോളും ഇപ്പോൾ ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.